നിങ്ങൾക്കൊരു വെറൈറ്റി സ്നാക്സ് റെസിപ്പി വേണോ? മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വാവ്! സൂപ്പർ എന്ന് പറയണ പോലത്തെ അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ആദ്യം സമയം നമുക്ക് മെനക്കെടണം. നമുക്ക് ഓൾറെഡി ഒരു മുട്ട പുഴുങ്ങി മാറ്റി വെക്കണം കേട്ടോ. പിന്നെ നമുക്കൊരു മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് പച്ചമുളകും പിന്നെ സവാളയാണ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ 2 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വരാം കേട്ടോ. ഉപ്പൊക്കെ നന്നായി സെറ്റ് ആവണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ദേ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നല്ല ചെറിയ പാത്രം ഉണ്ടെങ്കിൽ ഞാൻ ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ പാത്രം ഉണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ ആ ഒരു ഷേപ്പ് കറക്റ്റായി കിട്ടും. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചൂടായി വന്ന ടൈമിൽ കുറച്ച് മുളക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മതി കേട്ടോ. നമുക്ക് നല്ല കളർഫുള്ളായി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഞാൻ മുട്ട മിക്സ് ചെയ്ത് വെച്ചതിൽ മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്താണ്. പിന്നെ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം നേരത്തെ മുട്ട പുഴുങ്ങി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് 2 മിനിറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് അടിഭാഗം നന്നായി വെന്ത് കിട്ടും കേട്ടോ. പിന്നെ മേലെ കുറച്ച് മല്ലിയില വിതറിയിട്ടുണ്ട്. പിന്നെ നമുക്കതൊന്ന് മറിച്ചിടാം കേട്ടോ. മറിച്ചിട്ട് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. കാരണം ഭയങ്കര സ്ലോ ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം കേട്ടോ. ഇതൊന്നും മറിച്ചിട്ട് ആ ഒരു മുട്ട ഉരുണ്ട് താഴെ വീഴാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ അതെ മുട്ടയൊക്കെ മറിച്ചിട്ട് കഴിഞ്ഞ് ജസ്റ്റ് 2 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഈ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല കളർഫുള്ളായിരിക്കില്ലേ. ആ ഒരു റെഡും മഞ്ഞയും ഇടയിൽ കൂടെ ഗ്രീനും ഒക്കെ കൂടി കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പിന്നെ കോമൺ അല്ല ഇതിന് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മണം എന്നിട്ട് ഞാനത് മണത്തൊക്കിയിട്ടുണ്ടായിരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരുമായിരുന്നു കേട്ടോ. പിന്നെ അതൊന്ന് മുറിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിനൊന്ന് മുറിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മുറിക്കാൻ തോന്നണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനങ്ങനെ എത്രത്തെ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് എനിക്കങ്ങോട്ട് മതിയാവണില്ല. പിന്നെയും വീഡിയോസ് അതിൻ്റെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കത്തിയെടുത്തൊന്ന് മുറിച്ചപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. മുട്ടയിലുള്ള എൻ്റെ കുക്കിംഗ് പരീക്ഷണമൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത ശേഷം നേരെ അതേ മുറ്റത്തേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് വെള്ള കളർ ചാമ്പങ്ങ തൈ ഉണ്ട് കേട്ടോ. അതിൽ ആദ്യമായിട്ട് കായ്ക്കുന്നതാണ്. അതേ പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ പൂവ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആദ്യമായിട്ട് കായ്ച്ചതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഇഷ്ടം കേട്ടോ ആ മരത്തിനോട്. പിന്നെ ഇതിൽ കിളിക്കൂട് ഉണ്ടായിരുന്നു കേട്ടോ. ആ കിളിക്കൂട് ഉള്ളതുകൊണ്ട് തന്നെ ഈ മരത്തിൻ്റെ അടുത്തേക്ക് അത്രയ്ക്ക് ഞങ്ങൾ പോകാറുന്നില്ല. കാരണം പക്ഷിക്ക് പേടിയായിരുന്നു. ചെറിയ പക്ഷിയായിരുന്നു കേട്ടോ. അതിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളൊക്കെ വിരിച്ച് അതിപ്പോൾ പറന്നു പോയി കേട്ടോ. അപ്പോൾ അതിനെ ഫ്രീ ആക്കി വിടുമായിരുന്നു. കാരണം ഞങ്ങൾ അടുത്തേക്ക് പോയി പറഞ്ഞു അത് പറന്നു പോകും. പിന്നെ തീറ്റ കൊടുക്കാനൊക്കെ മടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ പോകാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ പിന്നെ അത് പോയപ്പോൾ ഞങ്ങളിത് പിന്നെ ചാമ്പങ്ങ കായ്ക്കും കൂടെ ചെയ്തല്ലോ. അപ്പോൾ ആ ഒരു പൂ കാണാനും കായ് കാണാനും ഒക്കെ ആയിട്ട് ഇപ്പോൾ ചാമ്പങ്ങ തൈൻ്റെ ചോട്ടിലാണ് കേട്ടോ ഏത് സമയം. മാത്രമല്ല നല്ല കാറ്റാണ് കേട്ടോ. ഈ ഒരു ചൂട് സമയത്ത് അതിൻ്റെ ചോട്ടിൽ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു തണുപ്പും കാറ്റുമാണ് കേട്ടോ. വീട്ടുമുറ്റത്തല്ലേ സുഖമായി ഇരിക്കുക കേട്ടോ അവിടെ. അപ്പോൾ ചാമ്പങ്ങ അത്യാവശ്യം കായ്ച്ചിട്ടുണ്ട് കേട്ടോ. വെള്ള ചാമ്പങ്ങയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.